തല്ലുണ്ട്
ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്നത്തെ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷനായി അധ്യക്ഷൻ ശ്രീ അനന്തനാരായണനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഭാരവാഹികൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ KPCCയുടെ ഒരു പ്രകടനത്തിന് നേരെ ഉണ്ടായ അതിദാരുണമായ സംഭവം നമ്മൾ ചാനൽ ചർച്ചകൾ ഉൾപ്പെടെ TV ഉൾപ്പെടെ മാധ്യമങ്ങളിലൂടെ കണ്ടു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ പോലീസ് പിണറായി വിജയന്റെ എച്ചിലുള്ള പോലീസ് കൃത്യമായും പ്രതിപക്ഷ നേതാവിനെയും ഇന്ന് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ജലവീരങ്കിയും തണ്ണീർവാദം ഉൾപ്പെടെ അടിച്ച് ടിയർ ഗ്യാസ് ഉൾപ്പെടെ അടിച്ച് കേരളത്തിലെ പോലീസ് കോൺഗ്രസ് നേതാക്കന്മാരെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ അതിക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി. KPCC പ്രസിഡന്റ് ഉൾപ്പെടെ ആരോഗ്യനില ഗുരുതരമായപ്പോൾ ആശുപത്രി കൊണ്ടുണ്ടായി. ദീർഘമായി പറയുന്നില്ല. യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട ഉഷാഖ് പത്തിയൂർ, അതുപോലെ തന്നെ റഹീം വെച്ചക്കാരൻ, ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഏറ്റവും പ്രിയങ്കരനായ അഖില ഷമീം ശ്രീരാമത്തിൽ സംസ്ഥാന ഭാരവാഹി അടക്കം ഇവിടെ കൂടിയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നാട്ടുകാരെ, നമുക്കറിയാം ഇന്ന് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മ്ലേച്ഛമായ രീതിയിലുള്ള ഒരു ആക്രമണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റിനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് സമാധാനപരമായി KPCCയുടെ നേതൃത്വത്തിൽ അതീവ സമാധാനപരമായ ഒരു സമരം നടത്തിയിട്ടുണ്ടായി. DGP ഓഫീസിന് മുമ്പിൽ ഇന്നലെ ഞങ്ങളുടെ പ്രിയങ്കരായ KSUവിന്റെ സഹപ്രവർത്തകരെ അങ്ങനെ അടിച്ചോടിച്ച് അതേ സ്ഥലത്ത് തന്നെ കേരളത്തിലെ KPCC നേതൃത്വത്തിൽ ഒരു സമരം നടക്കുകയുണ്ടായി. ആ സമരവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന വേദിയിലേക്ക് കേരളത്തിലെ പോലീസ്, പിണറായിയുടെ എച്ചിൽ നക്കുന്ന പോലീസുകാർ ആ പരിപാടി സ്ഥലത്തേക്ക് ആദ്യം ജലവീരങ്കി അടിച്ചു. രണ്ടാമത് ആ ടിയർ ഗ്യാസിന്റെ പ്രയോഗം നടത്തിയപ്പോ കേരളത്തിലെ സമുന്നതരായ നേതാക്കൾ, ബഹുമാനരായ KPCC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ചികിത്സ തേടുന്ന സാഹചര്യമുണ്ടായി. ഈ പോലീസുകാർ എന്ത് വിചാരിച്ചാണ് ഇങ്ങനെ മുന്നിട്ടിറങ്ങുന്നത്? നിയമം ഞങ്ങളുടെ നേതാക്കന്മാരെ ഇങ്ങനെ ഉപദ്രവിച്ചാൽ നിയമം കയ്യിലെടുക്കുന്ന പ്രവർത്തനവുമായി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ തെരുവിലിറങ്ങുന്ന കാഴ്ച നിങ്ങൾ കാണേണ്ടി വരും. ഇത് ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം. കേരളത്തിലും അതുപോലെ തന്നെ എല്ലാ പ്രദേശങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും. ഞങ്ങളുടെ പ്രിയങ്കരായ നേതാക്കന്മാരെ, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തച്ചുടയ്ക്കുന്ന പോലീസ് DYFഐക്ക് കുടപിടിക്കുകയാണ്. അത് കൂടാതെ DYFഐക്കാരുടെ തല്ല് കൂടാതെ പോലീസ് ഇത്തരത്തിൽ പെരുമാറുകയാണെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായും നിയമം കയ്യിലെടുത്ത് പോലീസിൽ വിശ്വാസമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ പോലീസ് മനഃപൂർവ്വം ശ്രമിക്കുമ്പോൾ അതിനെ കയ്യിലേക്ക് നോക്കിയിരിക്കാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിനാവില്ല. ഈ പ്രതിഷേധ പരിപാടി കൂടുതലായി ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകരെയും ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ പ്രതിഷേധ യോഗം ഔപചാരികതയുടെ പേരിൽ മാത്രം ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സെക്രട്ടറി ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് അനന്തനാരായണൻ, ഇവിടെ ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് MP പ്രവീൺ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ, അസംബ്ലി പ്രസിഡന്റുമാർ, മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, സഹപ്രവർത്തകരെ, നമ്മൾ ഇന്ന് ഈ പ്രതിഷേധ യോഗം കൂടുന്ന ഇതേ സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അജയ് ജോയ് കുര്യാക്കോസിനെയും KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനെയും DMന്റെ ഗൺമാന്മാരായ അനിലും സന്ദീപും അതിക്രൂരമായി കഴിഞ്ഞ ദിവസങ്ങളിൽ മർദ്ദിക്കുകയുണ്ടായത്. ഇന്ന് കോടതിയുടെ ഇത് വന്നിരിക്കുകയാണ്. ഈ ഗൺമാൻ അനിലിനെതിരെയും സന്ദീപിനെതിരെയും ആലപ്പുഴ കോടതി കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഒന്നാമത്തെ സമരം തന്നെ ഈ ഗവൺമെന്റിനെതിരെയുള്ള സമരം തന്നെ വിജയിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്ന് കണ്ടതാണ് നമ്മുടെ നേതാക്കന്മാർ, KPCC പ്രസിഡന്റ്, നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിദാരുണമായാണ് ഇന്ന് കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് ടിയർ ഗ്യാസും ഗ്രനേഡും ജലവീരങ്കിലും
പോലെയുള്ള സമര രീതിയിൽ നമ്മുടെ നേതാക്കന്മാരെ ഇന്ന് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവിടെ 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 സാക്ഷിയല്ല പിണറായി വിജയന്റെ എത്തിനിൽ പോലീസിനോട് പറയുകയാണ് ഈ പിണറായി വിജയന്റെ ഭരണം എല്ലാ കാലവും കേരളത്തിൽ ഉണ്ടായിരിക്കില്ല. പിണറായി വിജയൻ എല്ലാ കാലവും നിങ്ങളെ സംരക്ഷിക്കാൻ ഉണ്ടാവുകയില്ല. നിങ്ങളുടെ ഗതി അധോഗതിയാണ്. ഇവിടെ UDFന്റെ ഗവൺമെന്റ് വരുമ്പോൾ ഞങ്ങളുടെ KSUക്കാരെയും ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും കൈകാര്യം ചെയ്ത പോലീസുകാരെ തിരിച്ച് തെരുവിലിട്ട് കൈകാര്യം ചെയ്യാൻ ആർജവമുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. സംസ്ഥാന ഭാരവാഹി സംസ്ഥാന അധ്യക്ഷൻ ഷെമീർ ശ്രീരാമൻ, പ്രിയപ്പെട്ട അധ്യക്ഷൻ ഉദ്ഘാടകൻ പി പ്രവീൺ, സംസ്ഥാന ഭാരവാഹികളായ അഹിമറ്റകാരൻ നിഷാദ് പത്തിയൂർ, പ്രിയപ്പെട്ട ജില്ലാ ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഇവിടെ രാവിലെ നമ്മൾ MPCCയുടെ നേതൃത്വത്തിലെ DGP ഓഫീസ് മാർച്ചിന് കാണികൾ സാധാരണഗതിയിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് പോലീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഒക്കെ മാർച്ച് നടത്തുമ്പോൾ പോലീസ് സാധാരണഗതിയിൽ പാലിക്കുന്ന മുൻകാലങ്ങളിൽ പാലിച്ചിരുന്ന ചില മര്യാദകളും സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, മുൻ ആഭ്യന്തരമന്ത്രി ഒക്കെ MPCCയുടെ പ്രസിഡന്റ്, MLA മാർ ഒക്കെ പ്രതിഷേധ രംഗത്ത് നിൽക്കുമ്പോൾ പോലീസ് പാലിക്കുന്ന ചില മര്യാദകളും കാലാകാലങ്ങളിൽ ആ രാഷ്ട്രീയ മര്യാദകൾ ഇവിടെ കാലാകാലങ്ങളിൽ ഭരണം കൈയാളിയിരുന്ന പ്രസ്ഥാനങ്ങൾ അത് പാലിച്ചിട്ടുണ്ട്. ഒരു സമരം നടക്കുമ്പോൾ ഇനി എത്ര വലിയ VIP ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു സമരം നടക്കുമ്പോൾ അവിടേക്ക് ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നതിന്, ഗ്രനേഡ് പ്രയോഗിക്കുന്നതിന്, ലാത്തി വീശുന്നതിന് ഒക്കെ പോലീസിന് ചില സിസ്റ്റങ്ങളുണ്ട്. അതിന് മുൻകൂറായി പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ജനക്കൂട്ടം അക്രമാസക്തമാകുമ്പോൾ അതിനെ പിരിച്ചുവിടാൻ പോലീസ് പാലിക്കുന്ന എഴുതപ്പെട്ട ചട്ടങ്ങൾ ഇവിടെ ഉണ്ട്. അതൊന്നും പാലിക്കാതെ ആദ്യം തന്നെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുക, മുന്നറിയിപ്പില്ലാതെ ജലവീരങ്കി പ്രയോഗിക്കുക, അക്രമാസക്തമാകാതെ സമാധാനപരമായി സമരം ചെയ്യുന്ന പാർട്ടി പ്രവർത്തകർക്ക് നേരെ, പാർട്ടിയുടെ നേതാക്കന്മാർക്ക് നേരെ കാലം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പോലീസ് പെരുമാറുകയാണ്. ഇവിടെ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ KS ജില്ലാ പ്രസിഡന്റിനെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെയും തല പോലീസ് കസ്റ്റഡിയിൽ എടുത്തു വെച്ചിരുന്നവരുടെ തലയ്ക്ക് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ അടിക്കുന്നത് നമ്മൾ കണ്ടു. ഇങ്ങനെ നിരവധിയായ ചട്ടലംഘനങ്ങൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നടത്തുന്ന ഏമാന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്കായി ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ പേര് വിവരങ്ങൾ, നിങ്ങളുടെ അഡ്രസ്സുകൾ, നിങ്ങളെ തിരിച്ചറിയാനുള്ള വഴികൾ ഞങ്ങൾ കൃത്യമായി അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഭരണം മാറും. പഴയ മുൻകാലയളവിൽ ഞങ്ങൾ പലതും ക്ഷമിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് നേരെ, ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ ഒരു പരിധിക്കപ്പുറം ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നതിനപ്പുറം വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പോലീസ് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഞങ്ങൾ മറക്കില്ല, നിങ്ങളെ ഞങ്ങൾ ഓർത്തു വെക്കുന്നുണ്ട്, നിങ്ങളെ ഞങ്ങൾ ചുണ്ടാമ്പ് തൊട്ട് വെച്ചിട്ടുണ്ട്. വരും കാലയളവിൽ ഈ ഭരണം മാറും. പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ യോഗത്തിൽ എൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ യൂത്ത് സംസ്ഥാന സെക്രട്ടറി യോഗത്തിന്റെ അധ്യക്ഷൻ, യോഗത്തിന്റെ ഉദ്ഘാടകൻ, സംസ്ഥാന ഭാരവാഹികളെ, കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികളെ, കോൺഗ്രസിന്റെ നിയോജകമണ്ഡല ഭാരവാഹികളെ, ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. വളരെ വ്യക്തമായി ഞാനൊരു കാര്യം പറയുകയാണ്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നടന്ന MPCCയുടെ മാർച്ചിൽ അതിക്രൂരമായി കാത്തിയിട്ട് CPMന്റെ ഗുണ്ടകൾ, അതിക്രൂരമായി CPMന്റെ ഗുണ്ടകൾ, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, കാത്തിയിട്ട് CPMന്റെ ഗുണ്ടകൾ ഞങ്ങളുടെ നേതാക്കന്മാരെ, പ്രത്യക്ഷ നേതാവിനെയും ഞങ്ങളുടെ കോൺഗ്രസിന്റെ സമുദ്ര നേതാക്കന്മാരെയും നിങ്ങൾ തല്ലിച്ചതച്ചല്ലേ. വ്യത്യാസമടക്കമുള്ള മാർഗമായ വിഷബലാത്മങ്ങൾ നിങ്ങൾ ആ വേദിയിലേക്ക് നിങ്ങൾ പ്രയോഗിച്ചപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഞങ്ങൾ പേടിച്ചിട്ടുമാറുന്നവരല്ല. നിങ്ങൾ കാത്തി നിങ്ങൾ ചുമപ്പണിഞ്ഞ പിണറായി വിജയന്റെ കൊണ്ട് പിണറായി വിജയനാണ് നിങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. ആ പിണറായി വിജയനാണ് ഞങ്ങൾ ഒന്ന് പറയുകയാണ്, പിണറായി വിജയന്റെ ലക്ഷ്യങ്ങളൊക്കെ പട്ടികളായ പോലീസുകാരെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ
ഇതൊന്നും കണ്ട് നിങ്ങൾ കുലുങ്ങരുത്. ഇതൊന്നും കണ്ട് നിങ്ങൾ കുലുങ്ങണ്ട. എന്നെന്നും പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുകയില്ല. നിങ്ങൾ ഓർത്തു വെച്ചോ. പിണറായി വിജയൻ എന്നെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കും നിങ്ങൾ വിചാരിക്കണ്ട. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നും കേരളത്തിന്റെ ഭരണസഹായത്തിൽ വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, എന്റെ പ്രസംഗം ശ്രമിക്കുന്ന പോലീസുകാര്, എന്റെ പ്രസംഗം ശ്രമിക്കുന്ന നാട്ടുകാരെ, നിങ്ങളോട് ഞങ്ങൾ പറയുകയാണ്, പോലീസുകാർക്ക് ശമ്പളം തരുന്നത് AKG സെന്റർ അല്ല. പോലീസുകാർക്ക് ശമ്പളം തരുന്നത് AKG സെന്റർ അല്ല. നിങ്ങൾ ഓർത്തോളൂ, നിങ്ങളെല്ലാം ഓർത്ത് വെച്ചോളൂ. ഞങ്ങളൊന്നും മറക്കുകയില്ല. ബഹുമാന്യനായ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഞങ്ങൾ തെരുവിലിറങ്ങും. നിങ്ങളെ ആക്രമിക്കും. നിങ്ങളെ ഞങ്ങൾ തെരുവിലിറങ്ങാൻ അനുവദിക്കുകയില്ല. ഇതൊന്നും ഞങ്ങൾ വേണ്ട എന്ന് വെക്കുന്നത് കേരളം വലിയൊരു കലാപത്തിലേക്ക് പോകണ്ട, കേരളം അക്രമ സാഹചര്യത്തിലേക്ക് പോകണ്ട എന്ന് വിചാരമുള്ളത് കൊണ്ട് മാത്രമാണ്. പ്രിയമുള്ളവരെ, നാളെ കഴിഞ്ഞാൽ ക്രിസ്മസ് സമ്മേളനത്തിന് വന്നെത്തുമ്പോൾ നിങ്ങൾ ഈ ബസ്സിൽ നിങ്ങൾ കേരളം 48 ദിവസത്തോളം നിങ്ങൾ കേരളം ചുറ്റിക്കറങ്ങി നിങ്ങൾ ഭരണസഹായം തിരുവനന്തപുരത്ത് വരുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ എന്തെങ്കിലും നിങ്ങൾ ഖജനാവിൽ ബാക്കി വെച്ചിട്ടുണ്ടോ? കേരളത്തിലെ സപ്ലൈകളുടെ അവസ്ഥ എന്താണ്? കേരളത്തിലെ റേഷൻ കടയുടെ അവസ്ഥ എന്താണ്? കേരളത്തിലെ പെൻഷൻ വാങ്ങുന്ന ആയിരക്കണക്കിന് ആളുകളുടെ അവസ്ഥ എന്താണ്? തൊഴിലുണ്ടോ? ഇവിടെ വേതനമുണ്ടോ? ഇതൊന്നും നിങ്ങൾ നോക്കുന്നില്ലല്ലോ. ഇതൊന്നും നിങ്ങൾ നോക്കാതെ ചുവപ്പണിഞ്ഞ പോലീസുകാരോട് നിങ്ങൾ പറയുകയാണ്, പിണറായി വിജയൻ ആക്രമിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഓർത്തു വെച്ചോളൂ, ഇതൊന്നും ഇവിടെ കൊണ്ട് തീരുകയില്ല. ഇതെല്ലാം ഞങ്ങൾ തിരിച്ചു മറുപടി പറയും. ഒരു കാരണവശാലും ഞങ്ങൾ മറക്കുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടിയിൽ നന്ദിയായിട്ട് പറഞ്ഞാൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ സെക്രട്ടറി ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ അനന്തനാരായണൻ ഉൾപ്പെടെ നമ്മളിന്നിവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തിയ ഡിവൈഎഫ്ഐക്കെതിരെയുള്ള സമരമാണെങ്കിൽ ഇന്ന് നമ്മൾ നടത്തുന്നത് കേരളത്തിലെ ചില പരമനാറികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള സമരമാണ് നമ്മളിവിടെ നടത്തുന്നത്. പിണറായി വിജയൻ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുകയും കിടക്കാൻ പറയുമ്പോൾ മറ്റു പലതും ചെയ്തു കൊടുക്കുന്ന കേരളത്തിലെ ചില പോലീസുകാർ പണ്ട് AKGയും EMSും ഒക്കെ അവർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ഒളിവിൽ നിന്നത് അവർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അങ്ങനെ AKGയും EMSും ഒക്കെ ഒളിവിൽ നിൽക്കുമ്പോൾ ആ ഒളിവിൽ നിൽക്കുന്ന വീടുകളിലൊക്കെ ഓരോ സന്താനങ്ങൾ ഉണ്ടാക്കുന്ന കഥകൾ നമ്മൾ ബുക്കിൽ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ ചില സന്താനങ്ങൾ കാക്കിയിട്ടുകൊണ്ട് ഞങ്ങളുടെ KPCC പ്രസിഡന്റിന്റെ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവിന്റെ ഉൾപ്പെടെ ദേഹത്തെ അക്രമം അഴിച്ചുവിടുമ്പോ ഈ കണ്ട യൂത്ത് കോൺഗ്രസ് ആയിരിക്കില്ല ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്ന് മാത്രം ഈ പരമനാറികളായ തെണ്ടികളായ പോലീസുകാരെ ഓർമ്മിച്ചുകൊണ്ട് ഈ യോഗത്തിന് എല്ലാവിധ അഭിസംബോധന നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്കറിയാം, കേരളം കേരളത്തിന്റെ ലക്ഷങ്ങൾ കോടിക്കണക്കിന് ലക്ഷങ്ങളിലേക്ക് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഹോട്ടലുകളിലെയും രുചിയറിയുന്ന തിരക്കിലാണ്. നാളെ ഈ യോഗം അവസാനിക്കുമ്പോൾ, ഈ നവകേരള നരാധമ സദസ്സ് അവസാനിക്കുമ്പോൾ കേരളത്തിന്റെ ഖജനാവിൽ പട്ടി കെട്ടിക്കിടക്കുകയാണെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ നമ്മുടെ സഹപ്രവർത്തകരെ തെരുവിൽ നേരിടുന്ന പോലീസിലെ ക്രിമിനലുകളെയും ഇതൊന്നും ഞങ്ങൾ മറക്കില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.